ദാവീദ് സിഗ്ലാഗിൽ എത്തിയ നിമിഷം ദാവീദ് കാണുന്ന ഒരു കാഴ്ച, തൻ്റെ വീടിരുന്ന സ്ഥലം, തൻ്റെ കുഞ്ഞുങ്ങൾ താമസിച്ച സ്ഥലം, തൻ്റെ ഭാര്യമാർ താമസിച്ച സ്ഥലം, തൻ്റെ സമ്പത്തിരുന്ന സ്ഥലം മുഴുവൻ ചാരമായിരിക്കുന്നു. ചാരക്കൂമ്പാരം ആയിരിക്കുന്ന കാഴ്ചയാണ് ദാവീദ് ദർശിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടമായിരിക്കുകയാണ്. ഒന്നും ശത്രു ബാക്കി വെച്ചിട്ടില്ല. കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേക തൈലം വീണ വ്യക്തിയാണ് ദാവീദ്. സർവശക്തനായ ദൈവം പ്രത്യേക നിലകളിൽ നേരിട്ട് തിരഞ്ഞെടുത്ത ആളാണ് ദാവീദ്. പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുമോ? കിട്ടും. പ്രാർത്ഥിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ ലഭിക്കും. വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയ മകനാണോ നിനക്ക് നഷ്ടപ്പെട്ടത്? ആ മകൻ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ട ദ്രഹ്മയാണോ, ആ ദ്രഹ്മ നിന്റെ കയ്യിൽ തിരികെ ദൈവം നൽകും. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോയ ആടാണോ, ആ ആട് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. നഷ്ടപ്പെട്ടത് എന്തായാലും അത് മടക്കി തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ പേരാണ്, അവൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി തരും. ദാവീദ് സിഗ്ലാഗിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ദാവീദിന്റെ എല്ലാം ശത്രു അവൻ കത്തിച്ചു കളഞ്ഞു. സിഗ്ലാഗിലെത്തിയപ്പോൾ അമാലേക്ക് മുഴുവൻ നന്മകളും കത്തിച്ചു കളഞ്ഞു. ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിലവിളിക്കാൻ തുടങ്ങി. വാവിട്ട് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ കരയാൻ തുടങ്ങി. ബലമില്ലാതാകുവോളം ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് 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 വീണ് കിടന്ന്, നെടുമ്പാട് വീണ് കിടന്ന് ദൈവ സന്നിധിയിൽ കരയാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രത്യേക ബലം ദൈവം ദാവീദിന്റെ മേൽ പകർന്നു. ദൈവത്തോട് ദാവീദ് ചോദിച്ചു, എന്റെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആമീൻ നിന്നോട് ദൈവം സംസാരിക്കും. നിലവിളിച്ച് ദൈവമുമ്പാകെ വീണ് ആ ക്രൂശിന്റെ ചുവട്ടിൽ യേശുവേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് ദാവീദ് എന്ത് ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ ആ പരീക്ഷയെ പിന്തുടരുക. നീ ആ പരീക്ഷയെ പിന്തുടരുക. നിന്റെ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയ, നിന്റെ ബഹുമാനം കൊള്ളയടിച്ചു കൊണ്ടുപോയ, നിന്റെ അഭിമാനം കൊള്ളയടിച്ചു കൊണ്ടുപോയ, നിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയ, നിന്റെ മക്കളെയും ഭാര്യമാരെയും സമ്പത്തിനെയും കൊള്ളയടിച്ചു കൊണ്ടുപോയ ആ ശത്രുവിനെ നീ പിന്തുടരുക. ദാവീദ് തന്റെ ആമനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും എടുത്തു. ഹല്ലേലൂയ. തന്റെ ആമനാഴിയിലുള്ള മുഴുവൻ ആയുധങ്ങളും ദാവീദ് എടുത്തു. ശത്രുവിന് നേരെ പോരാടാൻ, യുദ്ധം ചെയ്യാൻ അവൻ തയ്യാറായി.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓവനാഴിയുള്ള മുഴുവൻ ആയുധങ്ങളും എടുക്കുക, ശത്രുവിനെതിരെ പോരാടുക. നീ സർവായുധ വർഗം ധരിക്കുക, സർവായുധ വർഗം ധരിച്ച് ശത്രുവിനെതിരെ പോരാടുക. പ്രാർത്ഥനയിലൂടെ ശത്രുവിനെ പിന്തുടരുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ നീ പിന്തുടരുക. ആമേൻ. ഉപവാസത്തിലൂടെ നീ പിന്തുടരുക. വിശ്വാസത്തോടെ നീ പിന്തുടരുക. ഹല്ലേലൂയ. കണ്ണുനീരോടെ നീ ശത്രുവിനെ പിന്തുടരുക. വിശ്വാസത്തോടെ നീ പിന്തുടരുക. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ അല്ലെങ്കിൽ ആവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നീ ശത്രുവിനെ പിന്തുടരുന്നെങ്കിൽ നിന്നെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ആരോഗ്യമാണോ അത് തിരികെ വരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. നഷ്ടപ്പെട്ട സൗന്ദര്യമാണോ അത് യേശുവിന്റെ നാമത്തിൽ തിരികെ വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട പ്രതാപകാലമാണോ യേശുവിന്റെ നാമത്തിൽ തിരികെ തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട സൗഖ്യമാണോ യേശുവിന്റെ നാമത്തിൽ അതിന്റെ കയ്യിലേക്ക് ദൈവം തിരികെ തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട സമ്പത്താണോ യേശുവിന്റെ നാമത്തിൽ ദൈവം അതിന്റെ കൈകളിൽ തിരികെ തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട സന്തോഷമാണോ ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരികെ തരാൻ പോവുകയാണ്. വീടടങ്കം ആനന്ദിക്കത്തക്ക വിധം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സമാധാനമാണോ സമാധാന പ്രഭുവായി ക്രിസ്തു അത് നിനക്ക് തിരികെ തരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ചെയ്തെന്നറിയാമോ? ദാവീദ് ഹല്ലേലൂയ ശത്രുവിനെ പിന്തുടർന്നു. ഹല്ലേലൂയ പിന്തുടർന്ന് ഹല്ലേലൂയ ആമേൻ ആ കൊള്ളയിട്ടു. ഹല്ലേലൂയ അമാലേക്കിനെ തോൽപ്പിച്ചു. അവന്റെ സർവ്വസമ്പത്തും അവന്റെ ഭാര്യമാരെയും അവന്റെ മക്കളെയും തിരികെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട ദിവസങ്ങൾക്കും നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിന്നെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന യാക്കോബേ, നിന്റെ പ്രാർത്ഥനാ ശബ്ദത്തിന്റെ മറുപടിയായി ഹല്ലേലൂയ ഒരു രഥം ഉരുണ്ടുരുണ്ട് യോസഫ് അയച്ച രഥം ഉരുണ്ടുരുണ്ട് നിന്റെ വീട്ടിന്റെ അടുത്തേക്ക് വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന്റെ ഹൃദയം ചൈതന്യം കൊണ്ട് നിറഞ്ഞു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. എന്ന ഈ നിമിഷ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മറുപടിയുടെ രഥം ഉരുണ്ടുരുണ്ട് നിന്റെ ഭവനത്തിലേക്ക് എത്താൻ പോകുകയാ. നിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് എത്താൻ പോകുകയാ. അത് ഭാവി വിടുതലായി, അത് സൗഖ്യമായി, അത് സന്തോഷമായി, അത് സമാധാനമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അത്ഭുതകരമായ ഒരു മറുപടിയായി സർവശക്തൻ നിന്റെ കൈകളിൽ എത്തിച്ചു തരാൻ പോവുക. നഷ്ടപ്പെട്ടതിനെല്ലാം തിരികെ തരുന്നൊരു ദൈവം ജീവിക്കും.